ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം മക്കളെ, നമ്മളിന്ന് പീച്ചങ്ങൻ്റെ തോല് വെച്ചങ്ങാണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാനാണ് കേട്ടോ കരുതിയിരിക്കണത്. അപ്പോൾ അത് ഇങ്ങോട്ട് കാട്ടിത്തരാം. അപ്പോൾ ഇങ്ങോട്ട് നോക്കാം. നിങ്ങൾ ഈ പീച്ചങ്ങ അങ്ങോട്ട് ചീന്തി എടുക്കണം. അതിക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ: ഉള്ളിയും തക്കാളിയും, ഒരു കഷ്ണം ഇഞ്ചിയും, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളകും. ഇതെല്ലാം കൂടിയും കൂട്ടിങ്ങാണ്ട് നമുക്ക് ഇവിടെ ഒരു ചട്നി അരക്കണം. അപ്പോൾ അതാ പീച്ചങ്ങാണ്ട് ചീന്തിങ്ങാണ്ട് അതിൻ്റെ തോലും കണ്ട് ചീന്തി എടുത്തുക്കണം കേട്ടോ. ലീഫർ വെച്ചാണ് ചീന്തി എടുത്താൽ മതി. അതിക്കിതാ കുറച്ച് പുളിങ്ങ, ഒരു 4 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ എരിവ് കൂട്ടിയിട്ടോളി കേട്ടോ. എരിവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ടോളി. പക്ഷേ എരിവ് ഉണ്ടെങ്കിൽ എരിവ് നല്ലോണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്കിവിടെ എരിവ് കൂടുതലൊന്നും പറ്റൂലേ. അപ്പോൾ അതാ ഈ ഉള്ളി കൊണ്ട് അരിഞ്ഞങ്ങാണ്ട് ആ തക്കാളിയും ഒക്കെ കൊണ്ട് അരിഞ്ഞങ്ങാണ്ടേ ഒന്നൊന്ന് വാട്ടിയെടുക്കണം. എണ്ണ വെച്ചിക്കണം നമ്മൾ കേട്ടോ. അതൊക്കെ ആ ഇഞ്ചിൻ്റെ കണ്ട് അരിഞ്ഞങ്ങാണ്ട് അത് ഇട്ടുങ്ങാണ്ട് അതൊന്നും കൊണ്ട് എണ്ണയിലിട്ടുങ്ങാണ്ട് ഇതാക്കിയാണ്ട് വെളുത്തുള്ളി അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. ആ പച്ചമുളക് അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ പച്ചമുളകൊന്ന് മുറിച്ചങ്ങാണ്ട് കീറി ഇട്ടിക്കണം കേട്ടോ. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിക്കണം. ഞാൻ ഒന്നും കൊണ്ട് ചോന്നതിൻ്റെ ശേഷം ഉള്ളിയാണ് ഇട്ട് കൊടുക്കുക. ഇതാ ഉള്ളിയാണ് ഇട്ടു. അപ്പോൾ ഇതാ നമ്മൾ ചെത്തി വെച്ച തോലും അയക്കാണ്ട് ഇട്ടെടുത്തേക്കാൻ കേട്ടോ. അതൊന്നും ഇങ്ങോട്ട് വാടീൻ്റെ ശേഷമേ ആ പുളിയും തക്കാളിയും അതും ഇട്ടുങ്ങാണ്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ അതും ഒന്ന് നല്ലോണം ഒന്ന് വാടിക്കണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിക്കാൻ ഇട്ട് കൊടുത്താൽ മതി. എന്നാണ്ട് വാടിക്കിട്ടാൽ നല്ല മട്ട. പുളിയാണ് ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളി ആദ്യം ഇട്ട് വാട്ടാത്ത എന്താണെന്നറിയോ? തക്കാളി ഇട്ട് വാട്ടിയാൽ പിന്നെ ഈ തോല് നമുക്കൊന്നുകൊണ്ട് എണ്ണയിൽ വാടിക്കിട്ടാൻ ബുദ്ധിമുട്ടാണേ. വെള്ളം ഇറങ്ങൂല തക്കാളിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെയാണ്. ഇങ്ങനെ വാട്ടിയെങ്കിലുള്ളൂ. അല്ലെങ്കിൽ മറ്റേ ചേൽക്ക് വാട്ടിയാൽ ആദ്യം തക്കാളി ഇട്ടുങ്ങാണ്ട് പിന്നെ തോലിട്ട് വാട്ടിയാൽ ഒരു പച്ചച്ചോയ ഉണ്ടാവും. ആ പച്ചച്ചോയ മാറാനാണ് കേട്ടോ ഇങ്ങനെ കാട്ടുന്നത്. നല്ല ടേസ്റ്റുമാണ്, നല്ല ആരോഗ്യത്തിനും നല്ലതാണ് കേട്ടോ മക്കളെ. നമ്മളിത് കളയലല്ലേ, കളയൊന്നും വേണ്ട. കളയാതെ അങ്ങനെ കാട്ടത് നല്ല ടേസ്റ്റാണ്. നമുക്ക് ദോശക്കും, നമുക്കിപ്പോൾ ഇവിടെ ദോശയാണ്, രാവിലത്തെ ചായക്കടി ദോശയാണ്. അപ്പോൾ അതിക്ക് കൂട്ടുകയും ചെയ്യാമെന്ന് കരുതിങ്ങാണ്ടാണ് കേട്ടോ. ഏത് ദോശയും ഇതുണ്ടെങ്കിലും നമുക്കൊരു ഇഡ്ഡലി അവിടെ വേണം. അപ്പോൾ അതിനാണ് ആ ഇഡ്ഡലി ചട്ടി അവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിതുകൊണ്ട് അരച്ചു കൊണ്ടിരട്ടെ. ഇതിങ്ങോട്ട് അരച്ചിങ്ങാണ്ടേ ഇന്നലത്തെ കറിയും കുറച്ചുണ്ട്. അപ്പോൾ അതും ഇതും മതി രാവിലത്തെ ചായക്കടിക്ക്. കറിക്ക് എന്തെങ്കിലും ഒരു കറി എന്തായാലും വേണം. അപ്പം എന്നാൽ ഞാൻ അതൊന്നും കടുകെടുത്തുങ്ങാണ്ട് അതയക്കൊണ്ട് ഒഴിച്ചട്ടെ. ഇതാ അരച്ചിങ്ങാണ്ട് നമ്മൾ വേറൊരു പാത്രത്തൊക്കെ പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചൂടാക്കി അതിൻ്റെ ടേസ്റ്റ് പോവും. കടുകെടുത്തുങ്ങാണ്ട് നമ്മൾ അങ്ങനെ തന്നെ ആ പാത്രത്തിൽ കൊണ്ട് ഒഴിച്ചാൽ മതി. അപ്പോഴുള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തോണ്ടി മക്കളെ. ഇതാ കടുക് പൊട്ടിയാണ്, അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇതാ ഇത്ര തന്നെ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പുളി ഇഞ്ചിൻ്റെ ആ ഒരു ചൊയയും വെളുത്തുള്ളിൻ്റെ എല്ലാം കൂടിയായിട്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒരു 2 കരിവേപ്പിൻ്റെ ഇല ആ വാട്ടണ കൂട്ടത്തിൽ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കരിവേപ്പിൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കടുകെടുത്തപ്പോഴും ഇടാത്തത്. എന്താ നമ്മളത് തിന്നട്ടെ. ഇനി അതിൻ്റെ ഇത് നമ്മൾ സാമ്പാർ വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കണ അതിക്കുള്ള സാധനങ്ങളാണ് ഇട്ടത്. സാമ്പാർ പരിപ്പിട്ടുങ്ങാണ്ടേ ഈ കായ ഇട്ടുങ്ങാണ്ട് സാമ്പാറോട് വെക്കാം. അപ്പോൾ കായും കേടരൂല, തോലും കേടരൂല, ഒക്കെ നമുക്ക് ആവും ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലും കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് മക്കളെ. നമ്മളെ ഫോൺ വലിയൊരു സുഖമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഫോണ് അത് ക്ലിയർ ഇല്ലാത്ത. അതിനൊക്കെ നിങ്ങൾ ക്ഷമിച്ചിങ്ങാണ്ടേ ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാ സാമ്പാർ ഇവിടെ റെഡിയായി നോക്കണി. ആ പീച്ചങ്ങനതേ കണ്ടിട്ടുങ്ങാണ്ട് സാമ്പാറുകൊണ്ട് വെച്ചു. രാവിലത്തെ ചായക്കടിക്ക് കറിയായി, ചട്നിയായി, ഉച്ചക്കത്തെ ചോറിന് കറിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.